അഗ്നിപർവതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ. യശോദേ, അയ്യന്റെ കോട്ട് ആകെപ്പാടുള്ളൊരു കോട്ടാ. കോടതി കേറാത്തവനെ ഈ കോട്ടെന്തിരാ? നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നും ഇല്ലല്ലോ. ഏത് തുണിയായാലും മതി. ഇനി അഥവാ തുണി ഇല്ലേലും പ്രശ്നമൊന്നുമില്ല. അതെന്ത് പണിയാ? ഓ, ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളച്ചിനും കൂടെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. യശോദ വേണ്ട. രണ്ട് കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഇയാൾക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവലാദികൾക്ക് വേണ്ടി സാരികൾ വാങ്ങിച്ചു കൂട്ടുക. എന്റെ പൊന്നെ യശോദ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്ക്. അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക്, കത്തിച്ച ആ പാവത്തിന് തൊപ്പി തെറിക്കേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല. തൊണ്ടി പോലും. കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളുടെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. ഭാര്യ പിന്നെയും പൊക്കും. രക്ഷിക്കാൻ പറ്റുമെന്നൊന്നും. വക്കീലെ, തനിക്ക് ആരോടോ LLB വന്നത്? കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങളെ സൂക്ഷിക്കുക? എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്കെന്താ? നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ സൂക്ഷിച്ചാല്? അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ ദേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും. ഓട്ടടോ പരട്ട വക്കീലെ. ആരാണ്? ആ അല്ല, ഇതാര്? ഗീതമോളോ? മഞ്ജു, ധാരാ വന്നിരിക്കുന്നു, നോക്കിയേ. മോളുവാ. ചേച്ചി, അയ്യേ, ഇതെന്താ മോളെ ഇത്? കരയില്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? മഞ്ജു, ഇവിടെ അകത്തേക്ക് കൊണ്ടുപോകും. ഗീതയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? ഇതെല്ലാം കൂടെ വലിച്ചു കയറി ഞാൻ അടുപ്പത്തിടും. എടി ചതിക്കല്ലേ, അത് പാവപ്പെട്ട കോളേജ് പിള്ളേരെ ഭാവിയാണ്. ആദ്യം വീട് നന്നാക്ക്, അത് കഴിഞ്ഞു മതി നാടും. കുട്ടിയേട്ടൻ എന്താ അവളോടൊന്ന് സംസാരിച്ചാല്? എടി ഞാൻ എന്ത് സംസാരിക്കാനാണ്? സ്ഥിരം പല്ലവി തന്നെ. സ്ത്രീധനം, നാത്തൂമ്പോര്, അമ്മായിമ്മ പോര്, ഒടുക്കം കുഞ്ഞിക്കാല് വരെ വന്നു നിൽക്കും. പാവം, അവളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ആയേനെ. ജീവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അവൾ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് എന്റെ പേടി. ബാലിനോട് ഞാൻ പലവട്ടം സംസാരിച്ചതാ. അവനിങ്ങ് വന്നോട്ടെ, ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. എന്റെ കാഴ്ചപ്പാടിൽ ഈ പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഒന്നുകിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, അല്ലെങ്കിൽ ഈ ബന്ധം കൂടി പിരിയുക. ഓഹോ, ഇതാണ് വലിയ കാഴ്ചപ്പാട്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, ബാലന്റെ അമ്മയുടെ കറക്റ്റ് പേരും അഡ്രസ്സും എത്താം, പിൻകോഡ് സഹിതം. അതെന്തിനാ? നമുക്കേ ഒരു ഊമക്കത്തെ. ഈ അണലി സേവിയർ പണം കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങാനാടാ പഠിച്ചത്. മുതല് കാശില്ലേലും പലിശ കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞല്ലോടാ കഴിവേറി ചേച്ചേ. ഓപ്പറേഷൻ കുബേര കോപ്പെന്നൊക്കെ പറഞ്ഞ് ഈ സേവിയറിനെ ആരെങ്കിലും വലിപ്പിക്കാൻ നോക്കിയാ ഈ അണലി സേവിയർ ആരാന്നറിയും കേട്ടോ. അണലി സേവിയർ എന്താടാ കുറച്ച് കളഞ്ഞത്? രാജവെമ്പാലയും കരിമൂർക്കനൊക്കെ ഉള്ളപ്പോൾ വൈ ദിസ് കുഞ്ഞൻ അണലി? വിഷം കുറച്ചുകൂടി കൂട്ടായിരുന്നില്ലടാ. ഒറ്റക്കൊത്തിന് ചത്ത അതിനൊരു ത്രില്ലില്ല സാറേ. ഇഞ്ചിഞ്ചായി ചാവണം, രക്തം വാർന്നു വാർന്നു. അയ്യടാ പാമ്പേ, കൊല്ലാനെന്തിനാനൊക്കെ നീ ആരടാ? സ്കൂളിൽ ചേർത്ത പേരിന്റെ കൂടെ ഒരു വിഷപ്പാമ്പിന്റെ പേര് കൂടി ചേർത്ത നീയൊക്കെ വലിയ ഗുണ്ടയാവോടാ? പീക്കിരി പിള്ളേരുടെ അടുത്തല്ല നിന്റെ ഊറ്റം കാണിക്കേണ്ടത്. ചുണയുണ്ടെങ്കിൽ നീ എന്നെ തല്ലടാ, തന്നെ തോപ്പിക്കടാ. എടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടിക്കേറ്റി കളിക്കല്ലേ സാറേ. അയ്യടാ, നീ മോഹൻലാലിനെ പഠിക്കുന്നോടാ പുള്ള. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് കവലേ കടന്നുള്ള അഭ്യാസം. നീ ഇത് എവിടെ പാത്ത് വെച്ചിരിക്കുന്നു? വാടാ, ഇറങ്ങടാ, ഒഴിക്കടാ, ഫുൾ സെറ്റപ്പ് റെഡി.
പെട്ടെന്ന് രണ്ടെണ്ണം ഒഴിക്കേ. ഒന്ന് ചുമ്മാ ഇരിയണ്ണ. ഡ്യൂട്ടി സമയത്തോ? പോലീസ് എനിക്ക് പുല്ല. പക്ഷെ വസുന്ധര ചേച്ചിയോ സിസിലിയോ വല്ല ഈ വഴിക്ക് വന്നാ എന്റെ സഞ്ചയനവും 16 അടിയന്തരവും കൂടെ ഒറ്റ ദിവസം കൂടെ പാക്കേജ് ആയിട്ട് നടത്തിക്കളയും. എന്നെ പിന്നെ യൂണിഫോമിലായതുകൊണ്ട് തോടാറെന്ന് അറയ്ക്കും. നിങ്ങളുടെ കാര്യം ആലോചിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ തരിച്ചിരിക്കാറുണ്ട്. ലൈസൻസ് ഉള്ളൊരു തോക്കുണ്ട്, തോക്കിനകത്ത് ഉണ്ടയുണ്ട്, പക്ഷെ വെടിവെക്കാൻ അറിയില്ലോ. ഓടാ പുല്ല അവിടുന്ന്. ആണുങ്ങളായ വാക്കിന് വില വേണം. നീ അവളുടെ കയ്യും കാലും ഒടിച്ച് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് മാസം 8 ആയി. വെറുതെ ആളുകളെ പറഞ്ഞു ഓരോന്ന് മോഹിപ്പിക്കാൻ. എന്റെ അണ്ണ, ഇന്നലെ നിങ്ങൾ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പിള്ളേരെ നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടതാ. പവർ കെട്ട് സമയം. പോത്തു പോലൊരു സാധനം കട്ടിലേക്ക് കിടക്കണം. വല്ലച്ചാതി ഉന്തിത്തള്ളി താഴെ ഇട്ടപ്പോ ആരാ? നിങ്ങള്. പിന്നല്ലാണ്ട് ആരാ? അവന്മാരെന്നെ ഉപദ്രവിച്ചോടാ. പിന്നെ മെനക്കെട്ട് കേറിയതല്ലേ, അതിനു വേണ്ടി ഒരു ചവിട്ടി അടിവയറ്റത്തിട്ട്. അയ്യോ, അത് പറ. അതാണെന്ന് മൂത്രം പോവാനൊരു ചെറിയ തടസ്സം. ഞാൻ ആ പാവം വസുന്ധരയെ വെറുതെ സംശയിച്ചു. എന്നാലും മോശമായിപ്പോയി. ഒരു മുൻവൈരാഗ്യമില്ലാതെ ഒരാളുടെ അടിവയറ്റിൽ തൊഴിക്കാന്നൊക്കെ വെച്ച. അതെ, ആ ഒരു അവസ്ഥ ചിലപ്പോ ഞാനായിരുന്നെങ്കിലും ചവിട്ടി പോയനെ. ജെട്ടി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോലെ മനുഷ്യ. അവന്മാരത് മൊബൈലിൽ മറ്റോ എടുത്തോടാ. നെറ്റിലെങ്ങാനും വന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. നെറ്റി കൊടുക്കാൻ പറ്റിയൊരു ഉരുപ്പടി. അത്രയ്ക്ക് മോശം. സാർ, അത് ഈ പാർട്ടിക്കാർ വഷളാക്കിയതാ സാർ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനിതാ എത്തി. കമ്മീഷണറാ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വണ്ടി എടുത്തോ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും പോ. അതെ, തീർത്തേക്കല്ലേ. നമുക്ക് വൈകുന്നേരം മാഷും വക്കീലൊക്കെ ആയിട്ടൊന്ന് കൂടണം. അതൊക്കെ നീ വൈകുന്നേരം നമ്മൾ കാണുമ്പോ പറയാം. വണക്കം. എന്താടാ, കൊട്ടേഷൻ പണി വല്ലോ ആണോ? അല്ലണ്ണ ചുമ്മാ ഇതുവരെ. പോ. തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി. എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണ് ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലേ തൊട്ട് സത്യം ചെയ്യും. അതിനെന്താ ചെയ്യാലോ. നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാൾക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. 2 കൈ കൊണ്ട് അത് വേണ്ട സിസിലി. ഒരു കൈ സത്യം മതി സിസിലി.